اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. മഹാന്മാരാകുന്ന ആളുകളൊക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അറിവല്ല നമുക്ക് പ്രധാനം, തിരിച്ചറിവാണ്. അറിവിന് ഇസ്ലാമിന് വലിയ പ്രാധാന്യമുണ്ട്. അതിനേക്കാൾ വലുതാണ് തിരിച്ചറിവ് എന്ന് പറയുന്ന സാധനം. കാരണം ബഹുമാന്യരാകുന്ന മലായിക്കത്തിന്റെ ഉസ്താദായിരുന്നല്ലോ ഇബ്ലീസ്. 1,80,000 കൊല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആരാധന ചെയ്ത ഒരു വ്യക്തിയാണ് ഇബ്ലീസ്. 1,80,000 കൊല്ലം അള്ളാഹുവിനക്ക് സുജൂദ് ചെയ്യാനുള്ള തൗഫീഖ് ഉണ്ടായ ആളാണ് ഇബ്ലീസ്. അങ്ങനെയിരിക്കെ ഇബ്ലീസ് തന്റെ പ്രബോധന രംഗത്ത് ഇങ്ങനെ ശോഭിച്ചുകൊണ്ടിരിക്കുന്ന കാലം, എല്ലാവരെയും ഉസ്താദായിട്ട് ഇങ്ങനെ വിലസുന്ന കാലം, ആ കാലത്ത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നൊരു അറിയിപ്പ് വന്നു. മലായിക്കത്തിന്റെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ മലായിക്കത്തിന്റെ ഒപ്പമുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഒരാളെ അള്ളാഹു തആല പഴപ്പിച്ചിട്ടുണ്ട്. അവരെ കൂട്ടത്തിൽ, ആ സംഘത്തിന്റെ കൂട്ടത്തിൽ ഒരാൾ അള്ളാഹു തആല എന്ത് ചെയ്തിട്ടുണ്ട്? പഴപ്പിച്ചിട്ടുണ്ട്. ആ സമയത്ത് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ ഉസ്താദാകുന്ന ഈ ഇബ്ലീസിന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നമ്മളെ കൂട്ടത്തുനിന്ന് ആരെയോ അള്ളാഹു തആല എന്ത് ചെയ്യുന്നുണ്ട്? പഴപ്പിച്ചിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ അതിൽ പെടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണമെന്ന് ഇസ്രാഫീൽ അലൈഹിസ്സലാം ആരോട് പറയണം? ഇബ്ലീസിനുണ്ടോ? ഉസ്താദാണല്ലോ, ദ്വാർപ്പിക്കാൻ പറ്റുന്ന ആളാണല്ലോ, ദ്വാക്ക് ഇജാബത്തുള്ള ആളാണല്ലോ. അപ്പോ ഇബ്ലീസിനോട് ഇസ്രാഫീൽ വന്ന് പറഞ്ഞു, ഞാൻ അതിൽ പെടാതിരിക്കാൻ വേണ്ടി ദ്വാർക്കണം. അല്ലാഹു തആല ഒരാളെ പഴപ്പിക്കുന്നുണ്ട് അത്രേ. ഇബ്ലീസ് ദ്വാരം കൊടുത്തു, അല്ലാഹുവേ ഇസ്രാഫീലിനെ നിങ്ങൾ അതിൽ പെടുത്തരുതേ. അങ്ങനെ ഓരോ മലായിക്കത്തും എന്ത് ചെയ്തു? ഉസ്താദിനെ കൊണ്ട് ദ്വാർപ്പിച്ചു. പക്ഷെ ഇബ്ലീസ് സ്വന്തത്തിന് വേണ്ടി ദ്വാരുന്നില്ല. സ്വന്തത്തിന് വേണ്ടി ഇബ്ലീസ് ദ്വാരുന്നില്ല. എന്നൊന്നും അല്ലാഹു തആല അതിലെന്ത് ചെയ്യൂല? പഴപ്പിക്കൂല. ഞാൻ ഇവരൊക്കെ ഉസ്താദല്ലേ. ആ ഒരു അഹങ്കാരം കൊണ്ട് അല്ലാഹു തആല ഇബ്ലീസിനെ അങ്ങോട്ട് പഴപ്പിച്ചു. ഇബ്ലീസിന് അറിവിന്റെ വല്ല കുറവുണ്ടോ? ഇവരൊക്കെ ഉസ്താദാണ്. എല്ലാ നിലക്കുമുള്ള അറിവ് ആർക്കുണ്ട്? ഇബ്ലീസിനുണ്ട്. പക്ഷെ അറിവുണ്ടായി, തിരിച്ചറിവുണ്ടായില്ല. അറിവുണ്ടായി, തിരിച്ചറിവുണ്ടായില്ല. ബഹുമാനപ്പെട്ട സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാം. നൂഹ് നബി അലൈഹിസ്സലാം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകത്വം എന്ന് പറയുന്ന ഏറ്റവും ഉന്നതമായ തലത്തിലേക്ക് എത്തിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും അതിനയിലുള്ള ആളുകളാണ് അമ്പിയാക്കൾ. അതിന്റെ മുകളിലുള്ള ആളുകളാണ് ആര്? മുർസലീങ്ങൾ എന്ന് പറയുന്ന വിഭാഗം. അതിന്റെയും മുകളിലാണ് ആര്? ഉലുൽ അസ്മുകൾ എന്ന് പറയുന്ന വിഭാഗം. ആ ഉലുൽ അസ്മിൽപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാം. എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല വലിയ നിലക്ക് ആദരവ് നൽകിയ ആളാണ് നൂഹ് നബി അലൈഹിസ്സലാം. പക്ഷേ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ കൻആൻ മുസ്ലിമായില്ല. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് പറഞ്ഞു, അള്ളാഹുവേ എന്റെ കുടുംബത്തിനെ രക്ഷപ്പെടുത്താൻ നീ പറഞ്ഞില്ലേ, എന്റെ മകനല്ലേ ആ മുങ്ങിപ്പോകുന്നത് എന്ന് പറഞ്ഞപ്പോ അല്ലാഹു തആല പറഞ്ഞു, കൻആൻ നിന്റെ കുടുംബത്തിൽപ്പെട്ട ആളല്ല. വാപ്പ വലിയ മഹാനാണ്,
വലിയ മഹാനാണ്, ഉലുൽ അസ്മിൽപ്പെട്ട ആളാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന ലൂത്ത് നബി അലൈഹിസ്സലാം മുർസലീങ്ങളിൽപ്പെട്ട ആളാണ്. ഖുർആനിൽ പേര് പറയപ്പെട്ട പ്രവാചകനാണ്. ലൂത്ത് നബിന്റെ ഭാര്യ സലത്ത് കാഫിറായി പോയി. എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ എതിരാളി അബൂജഹൽ ഫിർഔനിനേക്കാളും ഭീകരനാണ് എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. ആ അബൂജഹലിന്റെ മകൻ ഇക്രിമ റളിയല്ലാഹു അൻഹു. ഇക്രിമ എന്ന് പറയുന്നത് സ്വഹാബിയാണ്. ആരെ മകനാണ്? അബൂജഹലിന്റെ മകനാണ്. ഹിദായത്തും തൗഫീഖൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തുള്ളതാണ്. വലിയ വലിയ പ്രവാചകന്മാരുടെ ഭാര്യമാരെ, മക്കളെ അല്ലാഹു തആല ഹിദായത്ത് കൊടുക്കാതെ പഴപ്പിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അങ്ങേയറ്റം ശത്രുത കാണിച്ച അബൂജഹലിന്റെ മകൻ ഇക്രിമ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബിയാക്കി. ഇബ്ലീസിന്റെ ഒരു മകൻ പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്ന് പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചു എന്ന് അല്ലാമ ഇസ്മായിലുൽ ഹഖിൽ ബറൂസവി റളിയല്ലാഹു അൻഹു അവിടുത്തെ റൂഹുൽ ബയാനിൽ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു ലവലേശം അഹങ്കാരത്തിന്റെ ഒരു കണിക നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ എത്ര വലിയ ആളായിട്ടും കാര്യമില്ല, ഏത് വലിയ കുടുംബത്തിലുള്ള ആളായിട്ടും കാര്യമില്ല. എന്നാലോ പ്രണയത്തിന്റെ, അനുരാഗത്തിന്റെ ഒരു അല്പം ഒരു മുട്ട് ഏത് താഴ്ന്ന കുടുംബത്തിലുള്ള ഒരു മനുഷ്യന്റെ ഹൃദയത്തിലാണെങ്കിലും അല്ലാഹു തആല വലിയ മഖാമിലേക്ക് എത്തിക്കും. അതിന്റെ ഒരു ഉദാഹരണമാണ് ഈ ഒരൊറ്റ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അബൂജഹലിന്റെ മകൻ ഇക്രിമയുടെ ഹൃദയത്തിൽ അല്ലാഹു തആല അനുരാഗത്തിന്റെ, ഹിദായത്തിന്റെ ഒരു അംശം അല്ലാഹു തആല നിക്ഷേപിച്ചു. അതിലൂടെ അവൻ എന്ത് ചെയ്തു? ആ ബഹുമാനപ്പെട്ട ഇക്രിമ റളിയല്ലാഹു അൻഹു ഉന്നതനായ സ്വഹാബിയായി. എന്നാൽ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ നുത്ഫത്തിൽ നിന്നുണ്ടായ കൻആൻ, ലൂത്ത് നബിന്റെ കൂടെ ജീവിച്ച സലത്ത്, രണ്ടുപേരെയും അല്ലാഹു തആല പഴപ്പിച്ചു. 1,80,000 കൊല്ലം അല്ലാഹു തആല ഇബാദത്ത് ചെയ്ത ഇബ്ലീസിനെ അല്ലാഹു തആല പഴപ്പിച്ചു. വിശ്വാസി എന്ന് പറയുമ്പോൾ അവന്റെ ഹൃദയത്തിൽ എപ്പോഴും വിനയത്തിന്റെ സ്വഭാവമാണ് വേണ്ടത്. അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദാലുകളെ കുറിച്ച് പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട അല്ലാമ സുയൂത്തി റളിയല്ലാഹു അൻഹു ഹാവിലുൽ ഫതാവി എന്ന് പറയുന്ന കിതാബിൽ സംഭവം പറയുന്നുണ്ട്. അബ്ദാലുകൾ എന്ന് പറയുന്ന വിഭാഗം, അവരെ കൊണ്ടാണ് ഭൂമിയിൽ അല്ലാഹു തആല മഴ പെയ്യിപ്പിക്കുന്നത്. അവരെ കൊണ്ടാണ് അല്ലാഹു തആല ഈ ഭൂമിയിൽ എല്ലാവിധ അനുഭൂതികളും അനുഗ്രഹങ്ങളും അല്ലാഹു തആല ഇറക്കുന്നത്. അവരെ കൊണ്ടാണ്. ആ അബ്ദാലുകൾക്കുള്ള പ്രത്യേകത എന്താണ്? തന്നോട് അക്രമം കാണിച്ച ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്ന സ്വഭാവം. സലാമത്തു സുദൂർ, ഹൃദയശുദ്ധി, ഒരു ലവലേശം അഹങ്കാരമില്ലാത്തൊരു മനസ്സ്. ആ രൂപത്തിലേക്ക് നമ്മൾ എത്തുമ്പോ നമ്മളും അല്ലാഹുവിന്റെ യഥാർത്ഥ അബ്ദായി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.